SDP തൂത്തുവാരിയിരിക്കുകയാണ് ഇ ഡി. തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയ വരവ് ചെലവ് കണക്കുകളും കിട്ടിയ സംഭാവനകളും ഇതിന്റെയൊക്കെ വിശദാംശങ്ങൾ തേടിയിരിക്കുകയാണ് ഇപ്പൊ ഇ ഡി. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോടാണ് ചോദിച്ചിരിക്കുന്നത്. അതെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാമല്ലോ. അവിടെയാണ് SDPI തീരാൻ പോകുന്നത്. അതിൻ്റെ സൂചനയാണ് കിട്ടിത്തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ ഒരു സംശയം ഉദിച്ചിരിക്കുന്നത്, സംശയമല്ല, നടന്ന കാര്യത്തിലുള്ള അന്വേഷണം. പോപ്പുലർ ഫ്രണ്ടിന് വന്ന ഫണ്ടുകൾ മുഴുവൻ ഇങ്ങോട്ടേക്ക് മാറ്റിയിരിക്കുന്നു. SDPI ഫണ്ട് മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന അനുയായികൾ, മുൻനിര നേതാക്കന്മാരാണല്ലോ അകത്ത് പിന്നെ വളരെ സുഖകരമായിട്ട് കഴിയുന്നത്. ബാക്കിയുള്ളവരെല്ലാം എപ്പോഴും പുറത്താണ്. അതിന് താഴോട്ടുള്ള നേതാക്കന്മാരും കുട്ടി നേതാക്കന്മാരും അണികളും ഇവർ കൂട്ടത്തോടെ SDPI നിൽക്കുകയാണ്. ആ ഒരു ബാനറിൽ നിൽക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒന്നില്ല, കേന്ദ്രം നിരോധിച്ചിരിക്കുകയാണ് എന്നുള്ളത്. പക്ഷെ ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ SDPIയുടെ ബാനറിൻ്റെ മറവിൽ നിന്നുകൊണ്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവര് ഔദ്യോഗികമായിട്ട് ഒരു ഹാളിലോ അടച്ചിട്ട മുറിയിലോ അല്ല കൂടുന്നത്. മറ്റു പൊതു ഇടങ്ങളിൽ വെച്ച്, ബസ് സ്റ്റാൻഡ്, പാർക്കില് ഒക്കെ വെച്ച് ചെറു കൂട്ടങ്ങളായിട്ട് നിന്നുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ തീർച്ചപ്പെടുത്തുന്നത്. മറ്റേതാകുമ്പം അതിന് വേറൊരു ഔദ്യോഗിക പരിവേഷം വരും. ഇങ്ങനെ ചില ഗൂഢാലോചനകൾ നടക്കുന്നു എന്നുള്ളതൊക്കെ പുറത്തു വരും. ഇതല്ലാതുള്ള ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് നമ്മൾ കുറച്ച് പേര്, 3-4 പേര് നിന്ന് വർത്താനം പറയുന്നു. ആ തരത്തിലേക്കൊക്കെയാണ് മാത്രമല്ല അത് ഭയങ്കര ഒരു വിപത്തിലേക്കാണ് പോകുന്നത്. ഈ പബ്ലിക്കായിട്ട് നിന്നുള്ള സംഭാഷണങ്ങളും പ്രസംഗങ്ങളും ഇവരിലേക്ക് എത്തിപ്പെടാൻ, കൂടുതൽ ആൾക്കാരെ എത്തിപ്പെടാൻ സാഹചര്യം ഉണ്ടാക്കി. ഇവരുടെ ഒരു പ്രഭാഷണം മലരും കുന്തിരിക്കൊക്കെ നമ്മൾ കണ്ടു, ആ കുട്ടി വീറോടെ വിളിച്ചു പറഞ്ഞത്. അപ്പൊ അതിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള യുവതലമുറ ഇതിലേക്ക് എത്തിപ്പെടാൻ വലിയ സാധ്യതയുണ്ട്. ഇവരുടെ പ്രസംഗങ്ങൾ നമ്മൾ സർക്കാരോ അല്ലെങ്കിൽ പോലീസോ ഒന്നും ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കത്തില്ല. അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന ചില വാക്കുകൾ മനുഷ്യന്റെ മനസ്സ് മാറ്റാൻ വലിയ ചാഞ്ചാട്ടം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. കാരണം ഒരുപക്ഷെ ആരും അറിയാണ്ട് കൂടുന്നതിനേക്കാളും ഇവർക്ക് ഏറ്റവും നല്ലത് പൊതുമധ്യത്തിൽ കൂടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഈ മലബാർ ഭാഗങ്ങളിലൊക്കെ തന്നെ MEG7 എന്ന് പറയുന്ന ഒരു ആരോഗ്യ കൂട്ടായ്മയുണ്ട്. അത് മുഴുവൻ ഇവരെയാണ്. ഒരു ആരോഗ്യ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ആർക്കും ഒരു സംശയം ഉദിക്കുന്നില്ല. ജീവിതശൈലി രോഗങ്ങളിലൂടെ പലതും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെയൊക്കെ തരണം ചെയ്യാനെന്നുള്ള രീതിയിൽ ഒരു MEG7 ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് ഇവരുടെ കേന്ദ്രങ്ങളിൽ മാത്രമേ ഉള്ളൂ. അത് കേരളത്തിന്റെ തൃശ്ശൂർ അപ്പുറത്തേക്കേ ഉള്ളൂ. അപ്പൊ ഇവരുടെ ഏരിയകളിലാണ് എന്നുള്ളത് കൃത്യമായ പഠനം നടത്തിയാണ് CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആ വിവരം പുറത്തുവിട്ടത്. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തു. പിന്നീട് അതിനകത്ത് ചില മാറ്റിപ്പറച്ചിലുകൾ ഒക്കെ ഉണ്ടായി എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ടുണ്ടായിരിക്കുന്ന എന്താണ്? ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ED ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. അതായത് ഇവരെത്രത്തോളം തുക ചെലവഴിച്ചു തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത്, അതിൻ്റെ ഒരു സോഴ്സ് ഒക്കെ അന്വേഷിക്കുന്ന കാര്യത്തിലേക്ക് പോവുകയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഫണ്ട് എത്രത്തോളം ഇവരിങ്ങോട്ടേക്ക് മാറ്റി. തുടക്ക സമയത്ത് കുറച്ച് മരവിപ്പിച്ചു. ഇവരുടെ കുറച്ച് സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ ജപ്തി ചെയ്യുകയും ചെയ്തു. ഇതിപ്പോ ED കണ്ടെത്തിയിരിക്കുന്നത് PFAയ്ക്ക് കിട്ടിയിരുന്ന ഫണ്ട് സ്വകാര്യ വ്യക്തികളിലേക്ക് കൈമാറിയതിനു ശേഷം ഈ സ്വകാര്യ വ്യക്തികൾ SDPIയിലേക്ക് സംഭാവന എന്നുള്ള രീതിയിലാണ് പോയിരിക്കുന്നത്. ഇതാണിപ്പോ ഈ നിലവിൽ ED കണ്ടെത്തിയിരിക്കുന്നത്. അതായത് PFAയ്ക്ക് വന്നുകൊണ്ടിരുന്ന വിദേശ രാജ്യങ്ങളിലും സൗദി അറേബ്യ പോലുള്ള മറ്റ് വിദേശ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന സംഭാവനകൾ, ഈ ഫണ്ട് കൃത്യമായി PFI എങ്ങോട്ടേക്ക് മാറ്റി? ചില സ്വകാര്യ വ്യക്തികളിലോട്ട്. അപ്പൊ ഇവരെല്ലാം പൊക്കിയിട്ടുണ്ട് ED. ഇവരെല്ലാം ദുര പൊക്കി എടുത്തേക്കുവാണ്. അപ്പം EDക്ക് ഇപ്പൊ വ്യക്തമായ ഒരു കാര്യം, PFAയുടെ ഒരു ബ്രാഞ്ച് തന്നെയാണ്. PFAയ്ക്ക് പകരമുള്ള ഈ പേരുകളിൽ മാത്രമേ മാറ്റമുള്ളൂ. PFA തന്നെയാണ്. PFA ഈസ് ഈക്വൽ ടു SDP എന്നുള്ളത് EDക്ക് ഏകദേശം ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം ED എന്തിനാ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുക്കിലേക്ക് പോയത്? ഈ ഡീറ്റെയിൽസ് കിട്ടും. ഈ ഫണ്ട് ഇങ്ങോട്ടേക്ക്
ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി തെളിഞ്ഞു. അതിന് എത്രയാണെന്ന് കൃത്യമായിട്ടുള്ള ഇവർ എത്രത്തോളം തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതിനും കണ്ടെത്തും. അത് കണ്ടെത്തി കഴിയുമ്പോൾ ഇവരെ നിരോധിക്കാനുള്ള അടുത്ത ഘട്ടത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയാണ് ഈ വക കാര്യങ്ങളെല്ലാം, ഇവരുടെ വരവ് ചെലവ് കണക്കുകളെല്ലാം ശേഖരിക്കാൻ പോകുന്നത്. കാരണം ഇവരൊരു അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയായി പോയി. അതുകൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് ഇത് നിരോധിക്കാൻ പറ്റില്ല. പോപ്പുലർ ഫ്രണ്ടിനെ ചെയ്തതുപോലെ ഇതിനകത്ത് ചില കാര്യങ്ങൾ, പക്ഷേ അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ പാലിക്കേണ്ടതായ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ലംഘിക്കുകയോ അത് രാജ്യവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നടപടിയെടുക്കും. അപ്പോൾ ചോദിക്കും, അതിനകത്ത് അത് എഴുതി വെച്ചിട്ടുണ്ടോ? ഇതൊക്കെ അലിഖിത നിയമമാണ്. നമ്മൾ തെരുവിലിറങ്ങി തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് എഴുതി വെക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിനെല്ലാം ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയായിരിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരാണ് അംഗീകൃത പാർട്ടിയായിട്ട് ഇവരെ നിയോഗിച്ചിരിക്കുന്നത്. അതെ, അത് അന്ന് ഇവർ കൃത്യമായ കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ നേടിയിട്ടുള്ളതായിരിക്കാം. പക്ഷെ അതുകൊണ്ടാണ് ED ഇപ്പോൾ കൃത്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. ഇവർ നടത്തിയിട്ടുള്ള പ്രവർത്തന രീതികളുമെല്ലാം ഇപ്പോൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ വെച്ചിട്ട് വേണം SDPIയെ നിരോധിക്കാൻ. രാജ്യത്ത് നിന്ന് തന്നെ ഈ SDPIയെ നിരോധിക്കുമ്പോൾ ഇത് നമ്മുടെ രാജ്യത്തുണ്ടാകാൻ പോകുന്ന ഈ മത തീവ്രവാദത്തിന് തടയിടുന്ന ഒന്നായി മാറും. VS അച്യുതാനന്ദൻ പറഞ്ഞ കാര്യം നമ്മുടെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. ഇത്തരത്തിലുള്ള രാജ്യം ഇസ്ലാമിന് വേണ്ടി ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ വലിയ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളം ഇതിനു വേണ്ടി ഒരു ഹബ്ബാക്കി മാറ്റുന്നു. ഇവിടെ ഒളി സങ്കേതങ്ങളുണ്ട്, പിന്നെ ആയുധ പരിശീലനവും വരെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കേരളത്തിലെ 2 മുന്നണികളും LDFും UDFും ഇവരെ മാറി മാറി തോളിൽ വെച്ച് ലാളിച്ചുകൊണ്ട് നടന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇവർ ഇത്രത്തോളം വളർന്നത്. അത്ര പാല് കൊടുത്ത് വളർത്തുകയാണ് ചെയ്തത്. നിയമാനുസൃതമല്ലാത്ത ചില മദ്രസകൾ പോലും ഇതിനായിട്ട് അവർ വിനിയോഗിക്കുന്നുണ്ട് എന്നുള്ള തെളിവുകൾ വരെയുണ്ട്. നമുക്ക് തന്നെ അറിയാം, പെരുമ്പാവൂരെ വിഷയങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ഇത്തരത്തിൽ ഇതിന്റെ നേതാവിനെ പിടിച്ചിട്ടപ്പോൾ പോലും ഒരു പ്രതിഷേധം നടത്തിയത് പെരുമ്പാവൂരാണ്. അപ്പം സാർ നേരത്തെ ഒരു ചർച്ചയിൽ നമ്മൾ പങ്കെടുത്തപ്പോൾ പറഞ്ഞു, ബംഗാളാണ് അവിടെ ഒരു പുതിയ ബംഗാളായിട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഒരു തീവ്രവാദ പ്രവർത്തനം തന്നെ പെരുമ്പാവൂരിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് അവർ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ കോഴിക്കോടാവട്ടെ, തൃശ്ശൂരാവട്ടെ, പാലക്കാടാവട്ടെ ഇത്തരത്തിലോട്ടൊന്നും പോകാതെ തന്നെ പെരുമ്പാവൂരിൽ തന്നെ ഒരു പ്രതിഷേധം അവര് ഘടിപ്പിച്ചതിന് കാരണം അവർക്ക് മറ്റെങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ബാക്കിയുള്ളവരെല്ലാം അവിടെ നിന്ന് തുരത്തും. മാത്രമല്ല അപ്പോഴേ പോലീസിൽ പിടിവീഴും. എങ്ങോട്ടും ഇവരെ ശരിക്കും ഇപ്പൊ കേന്ദ്രം ഉൾപ്പെടെയുള്ളവരെ കുടുക്കിലാക്കിയിരിക്കുകയാണ്. കേരളത്തിൽ ഇതൊന്നും സാധ്യമല്ല എന്ന് തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ED ഉൾപ്പെടെയുള്ളവർ. ഇനി ഇവരുടെ നിലനിൽപ്പിന് തന്നെ ഇപ്പോൾ ഭീഷണിയായിക്കൊണ്ട് ഇനി എങ്ങോട്ട് എന്നൊരു ചിന്തയിലായിരിക്കും നേതാക്കന്മാരല്ല. അതെ, ഇവരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഇനി അരിച്ചു പറക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ED വളരെ കർശനമായിട്ട് നിരീക്ഷിക്കുകയും പരിശോധന നടത്തുകയും ചെയ്യുകയാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. അതായത് LDFനും UDFനും ഒക്കെ അറിയാം. അതുകൊണ്ടാണ് ഇവരുടെ അഖിലേന്ത്യാ നേതാവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു പ്രതിഷേധവും രേഖപ്പെടുത്തിയില്ല. അതുകൊണ്ട് SDPIക്ക് അതിൽ പ്രതിഷേധമുണ്ട്. ഞങ്ങളുടെ ഒരു അഖിലേന്ത്യാ നേതാവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയില്ല? ഞങ്ങളുടെ വോട്ട് വാങ്ങിച്ച് പോക്കറ്റിലിടുമല്ലോ. പാലക്കാട് വിജയിച്ചത് അല്ലെങ്കിൽ ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയതിൻ്റെ പ്രധാന കാരണക്കാരൻ SDPI തന്നെയാണെന്നാണ്. SDPI ആയിരുന്നു അവിടെ കോൺഗ്രസിന്റെ വിജയത്തിൽ ആദ്യം വിജയാഹ്ലാദവുമായിട്ട് രംഗത്ത് എത്തിയത്. വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പിണറായി വിജയൻ തന്നെ വയനാട്ടിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഈ മുസ്ലിം ലീഗാണ് SDPIയെയും അതുപോലെ വെൽഫെയർ പാർട്ടിയെയും ജമായത്തെ ഇസ്ലാമിയെ എല്ലാം സംരക്ഷിച്ചു കൊണ്ടുവരുന്നത് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞതിലും ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. SDPI എന്തായാലും ഭീകര സംഘടനയായിട്ട് EDക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. നിരോധിക്കാനുള്ള ഓരോ ചുവടുകളാണ് മുമ്പോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്.